സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സാധാരണയുള്ളൊരു വ്ലോഗ് മാത്രമല്ല, ഞാനടക്കമുള്ള പാചക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധ ധർണ ഇന്ന് കാസർഗോഡ് കലക്ട്രേറ്റിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ എന്താക്കാം, വീഡിയോയിലേക്ക് പോകാം. വാ. പാവപ്പെട്ടവർക്ക് ജീവിക്കേണ്ടേ കൈമാരിയുന്ന അപമാനം സമരം സിന്ദാബാദ്, ബിരിയാണിക്ക് പെരുമ കൊടുക്കും. തൊട്ടാൽ കൊള്ളും നേരിയൊരു വിലക്കയറ്റം. ഈ വില ഇങ്ങനെ തീവിലയായാൽ നേരെയാക്കും. മറ്റു പ്രിയ പാചക തൊഴിലാളി 300 രൂപയിൽ നിന്ന് ഇപ്പോൾ 220 രൂപ ജീവിക്കും. കല്യാണ വീട്ടുകാർ എങ്ങനെ കല്യാണം നടത്തും? 20,000 സാദിഖ് നെല്ലിക്കുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് റഫീഖ് മക്കളാർ, ജില്ലയിലെ വൈസ് പ്രസിഡന്റുമാർ, എന്നാലും കൂടി നമ്മൾ ഏത് സാധനം നമ്മൾ ഉപയോഗിക്കുന്നതായാലും അരിയായാലും വർക്കേഴ്സ് യൂണിയൻ പാചക തൊഴിലാളി മാത്രമല്ല, സമരം ചെയ്യാനും ഞങ്ങൾക്കറിയും. ഇതിനു മുമ്പും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാചക തൊഴിലാളികളെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഈ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സമരം നടത്തുന്നത് അവരെ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മളെ MLAക്ക് അർജന്റായി പോകേണ്ട തിരക്കുകൊണ്ട് ഞാൻ വഴിമാറി കൊടുക്കുകയാണ്. MLA എന്നെ നെല്ലിക്കുന്ന അവരുടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് പാചക തൊഴിലാളി. യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ ധർണയിൽ ചെറിയ കല്യാണമായാലും ആ കല്യാണം ഇപ്പോൾ 1 കോടിയോ 2 കോടിയോ ഇപ്പോൾ ചെലവഴിച്ച് നടക്കുന്ന കല്യാണം ഏതെങ്കിലും അതിന് കഴിവുള്ള ആളുകൾ നടത്തുകയാണെങ്കിൽ ഒരു നല്ല സേവനമാണ് ചെയ്തത്. അല്ലാതെ അവരുടെ 1 കോടി രൂപയുടെയും 2 കോടി രൂപ കണ്ടു കാണിക്കാനല്ല അവർ ആ കല്യാണം നടത്തുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ 2 കോടി രൂപയുടെ കല്യാണം കഴിച്ചാൽ എനിക്കറിയാം, ആ 2 കോടി രൂപ കല്യാണത്തിന് വലിയ പന്തൽ വേണം. ആ പന്തൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ പന്തലിൻ്റെ ആളുകൾക്ക് ജോലി കിട്ടും. ആ പന്തലുമായി തൊഴിലാളികൾക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള കൊണ്ട് ഇവിടെ വരാൻ പറ്റാത്ത അതുപോലെ തന്നെ അനുബന്ധ തൊഴിലാളികൾ നിങ്ങളെ പണി കൊടുക്കും. അപ്പോൾ അവർക്ക് ജോലി കിട്ടി. അതുപോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് സാധനം വാങ്ങണം. അപ്പോൾ മാർക്കറ്റിലേക്ക് നിന്ന് സാധനം വാങ്ങണമെങ്കിൽ ആ മാർക്കറ്റിലെ പല കച്ചവടക്കാർ സൂചിപ്പിച്ചതുപോലെ കൈ പൊള്ളുന്ന വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. ആവശ്യമില്ലാത്ത ഒരു ഭക്ഷ്യവസ്തുക്കളും വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ പല ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കുന്നത്, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ വെളിച്ചെണ്ണ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. വെളിച്ചെണ്ണ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ആ വില നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എന്നെ നെല്ലിക്കുന്ന് ഏതവസരത്തിൽ വിളിച്ചാലും നമ്മുടെ ചെറിയ പരിപാടിയായാലും വലിയ പരിപാടിയായാലും നമ്മൾ
കേരള നാട്ടിൽ നാടിൻ പോക്ക് എങ്ങോട്ട് സർക്കാരിന്റെ മൗനത്തിൽ